ദൈവം തന്നെ തന്റെ ആലോചനകളിൽ നിന്ന്, തന്റെ ചിന്തയിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ ആലോചനയിലേക്ക് നടത്തി തന്നെ വിടിവെച്ച് കൊണ്ടുവന്നു. അങ്ങനെ തന്നെയാണ് ഇവിടെ ഭൂമിയിൽ ഓരോ വ്യക്തികളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ. എന്നാൽ അത് ഓരോ വ്യക്തികളും അത് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. ദൈവം അത്ഭുതമായി തന്നെ നടത്തുന്നു, എന്നാൽ അത്ഭുതമായി ദൈവം നടത്തുന്നു എന്നുള്ള അല്ല അവർ ചിന്ത. അതൊന്നും ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും ഓർക്കത്തില്ല. 103 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്നാൽ ദൈവത്തിന്റെ ഉപകാരങ്ങള് ഒന്നെങ്കിലും പറയുവാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവമാണ്. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ദാവീദ് അന്ന് അങ്ങനെ പറയുമ്പോൾ അവസാന മൂവ്മെന്റിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവേ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്ത്, എന്റെ കുലം എന്ത് എന്ന് പറയുവാനായിട്ട് ഇടയായി മാറി. എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഉദരം മുതൽ തന്റെ ജീവിതത്തിൽ പിറന്ന സമയം മുതൽ ഇന്ന് വരെയും ദൈവം ചെയ്ത നന്മകളെ ഉള്ളൂ. അത് താൻ പറയുന്നുണ്ട്. 16 സങ്കീർത്തനത്തിലും അത് ദാവീദ് പറയുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. നീ ഒഴികെ ഒരു നന്മയില്ല. 116 സങ്കീർത്തനത്തിൽ പറയുന്നു, നീ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു. 1 വാക്യം വായിക്കുമ്പോൾ, യഹോവ എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എത്ര സ്നേഹമാണ്. ഇന്ന് നമ്മൾ മനുഷ്യന് ദൈവത്തെ ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ? പലതിനെയും സ്നേഹിക്കുകയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് നായ്ക്കൾ, പല രീതിയിലുള്ള നായ്ക്കളുണ്ട്, പൂച്ചയുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൂച്ചകൾ. എന്നിട്ട് ഓരോ വീടുകളിൽ ചെന്നാൽ കാണുന്നത് പട്ടിക്കൂടും, പൂച്ചക്കൂടും, മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങൾ. എന്നാൽ ഒരു ഭവനങ്ങളിൽ പോലും പ്രാർത്ഥനയില്ല, ആരാധനകളില്ല, ദൈവത്തിന് മഹത്വമില്ല. എന്നാൽ ചില വീടുകളിലൊക്കെ പോസ്റ്റർ, ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് പറയുമ്പോൾ വാതിൽ അടച്ചു കഴിയുമ്പോൾ ക്രിസ്തു വെളിയിലാണ്, അകത്തില്ല, ക്രിസ്തുവില്ല. അകത്ത് മുഴുവനും സീരിയലും സിനിമയും സർക്കസുകളും മറ്റുള്ള പരിപാടികളും മുഴുവനും നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട്, ക്രിസ്തു വെളിയിലായതുകൊണ്ട് എന്താണ് ജീവിതങ്ങളിൽ സംഭവിക്കുന്നത്? മനുഷ്യന് സമാധാനമില്ല, എങ്ങും സമാധാനമില്ല, ഏതൊരിടത്തും സന്തോഷങ്ങളില്ല. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട ഒരു കാലത്ത് ദൈവം കൊടുത്ത സമാധാനം മുമ്പ് കേട്ടല്ലോ, മരണത്തിന്റെ താഴ്വരകളിൽ നിന്നും, രോഗത്തിൽ നിന്നും, ഇല്ലായ്മകളിൽ നിന്നും, പട്ടിണിയിൽ നിന്നും, ഞെരുക്കങ്ങളിൽ നിന്നും വിടിവിച്ച ദൈവം. ഇന്ന് അതാരെങ്കിലും ഓർക്കാറുണ്ടോ? ദാവീദ് പറയുന്നുണ്ട്, അവൻ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ചോ. എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയത് കൊണ്ട്, ഒരു ആരാധന കൂടിയത് കൊണ്ട് അതെല്ലാം അവസാനിക്കുന്നുണ്ടോ? പൂർണ്ണതയാകുന്നുണ്ടോ? ഒരു ആണ്ടർലി മീറ്റിംഗിൽ ചെന്നിട്ട് പറയുകയാണ്, കഴിഞ്ഞ വർഷക്കാലം ദൈവം എനിക്ക് നല്ലവനായിരുന്നു, എന്റെ കൂടെ ഇരുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ കഴിഞ്ഞ വർഷക്കാലം കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? അന്ന് പറയും, കഴിഞ്ഞ വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അടുത്ത വർഷം തരുവാണെങ്കിൽ കർത്താവിന് വേണ്ടി നിന്നോളാം, അടുത്ത വർഷവും തന്നു. എന്നാൽ ഇന്ന് സെപ്റ്റംബർ, ഒക്ടോബർ മാസമായി, ഈ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ലെങ്കിൽ ഒന്ന് ഓർത്തോണം, ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെയെല്ലാം വെട്ടിക്കളയും ദൈവം.
വെട്ടാൻ ദൈവത്തിന് അധികാരമുണ്ട്. നിന്നെ ഈ ഭൂമിയിൽ ഇത്രത്തോളം നടത്താമെങ്കിൽ അത് ദൈവത്തിന് നിന്റെ കുറിച്ചുള്ള പദ്ധതിയാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല. ഒരു മനുഷ്യൻ ജീവിക്കുന്നതിൽ മാത്രമേ ദൈവത്തിന് സന്തോഷമുള്ളൂ. എന്നാൽ ഈ ദൈവം ഇത്രത്തോളം നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് ആ വൃക്ഷത്തിൽ ഫലമില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമാകുന്നില്ലെങ്കിൽ വെട്ടിക്കളയും. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് ദൈവജനം പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. എന്നാൽ ഇന്ന് ഈ ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുന്നുണ്ടോ? കൊറോണയുടെ കാലഘട്ടം 2 കോടിയിലധികം ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു പനി പോലും നിന്റെ ഭവനങ്ങളിൽ വരാതെ, ഒരനർത്ഥങ്ങൾ വരാതെ ദൈവം പരിപാലിച്ചില്ലേ? പലയിടത്തും ഉരുളുപൊട്ടലും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായി പലരും നശിച്ചു പോയപ്പോൾ നമ്മുടെ ഭവനങ്ങളെ ദൈവം സൂക്ഷിച്ചില്ലേ? നമ്മുടെ മിടുക്കോ, നമ്മുടെ സാമർഥ്യമോ, നമ്മുടെ വിദ്യാഭ്യാസമോ, പാരമ്പര്യമോ അല്ല. ദൈവം ചെയ്ത നന്മകളാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങളാണ്. ഗദരദേശത്ത് ഒരു ലഗ്യോനാൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാം. എന്തിനു വേണ്ടിയാണ്? ദൈവം യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന്റെ യാത്ര, ദൈവം ചുമ്മാതൊരു യാത്ര ചെയ്തിട്ടില്ല, ചുമ്മാതൊരു സ്ഥലത്ത് പോയിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ദൈവം കടന്നുപോയത്? അക്കരയ്ക്ക് പോകുന്നത് ഒരു ലഗ്യോനാൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ കുടുംബം വിട്ട്, കുഞ്ഞുങ്ങളെ വിട്ട്, ദേശം വിട്ട്, നാട്ടുകാരെ വിട്ട്, സുബോധമില്ലാത്തവനായി ആണിലെ കല്ലറയിലാണ് അവന്റെ കിടപ്പ്. സാത്താൻ അവനെ കല്ലറയ്ക്കകത്ത് കൊന്ന് എത്രയും ഇവിടുന്ന് കയറ്റുവാൻ വേണ്ടി, അടക്കം ചെയ്യുവാൻ വേണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഏത് ശക്തികൾ ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചാലും, അവനെ ആരൊറ്റപ്പെടുത്തിയാലും, ദൈവം അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്ന് ഈ ദേശത്ത് ആർക്കു വേണ്ടിയോ ആണ് ഞങ്ങളെ ഇവിടെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ചുമ്മാതെ ഇങ്ങനെ വരില്ല. ചുമ്മാതെ കർത്താവേ എന്ന് പറയാനോ, ആളെ ചുമ്മാ കൃപയില്ലാതെ കർത്താവേ എന്നൊന്നും പറയാൻ പറ്റും, ദൈവം അല്ല പറയാതെ കടന്നു വരാൻ പറ്റത്തില്ല. എന്നാൽ ഈ ദേശത്ത് ഇന്ന് ദൈവത്തിന് വലിയ പ്രവൃത്തി ചിലവരിൽ ചെയ്യാനുണ്ട്. ആരോടും പറയാൻ കഴിയാതെ നാളുകളായി വേദനപ്പെട്ടുകൊണ്ട്, ദുഃഖപ്പെട്ടുകൊണ്ട്, ഒറ്റപ്പെട്ടുകൊണ്ട്, തള്ളപ്പെട്ടുകൊണ്ട്, പിശാചിനാൽ ബാധിക്കപ്പെട്ട പലരുണ്ട്. എന്നാൽ അതിനെ വിടുവിക്കുവാൻ, അതിനെ ആളിയ സൗഖ്യമാക്കുവാൻ, അതിനെ വിടുവിക്കുവാൻ ഈ ലോകത്തിനോ ഡോക്ടർക്കോ വൈദ്യനോ മരുന്നിനോ കഴിയത്തില്ല. യേശു കർത്താവിന് മാത്രമേ നിന്റെ ബന്ധനം അഴിക്കുവാൻ കഴിയുള്ളൂ. ആളറിയ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. മരണകരമായ രോഗമുണ്ട്, മരണകരമല്ലാത്ത രോഗങ്ങളുണ്ട്. എന്നാൽ മരണകരമായ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ഈ ലോകത്തിന് വിടുവിക്കുവാൻ സാധ്യമല്ല. ആർക്കും വിടുവിക്കാൻ സാധ്യമല്ല. ലാസറിന് ദീനം വന്ന വിവരം യേശുവിനെ അറിയിക്കുമ്പോൾ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടുവാനായിട്ടത്രേ. ചില രോഗങ്ങൾ ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടുവാനായിട്ടത്രയാണ്. എന്നാൽ മരിക്കാറാകുമ്പോൾ, മരണത്തിന്റെ സമയമാകുമ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ വന്ന് ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഏതെങ്കിലും കാരണമാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ
ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെയാണ് മരിച്ചെന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ അപകടം വന്നു, അല്ലെങ്കിൽ വലിയ രോഗം വന്ന് ആ വ്യക്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു കാരണമുണ്ട് മരണത്തിന്. മരണകരമായ രോഗം വന്നാൽ പിന്നെ വിടുതലില്ല. എന്നാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മരണത്തിനല്ലാത്ത രോഗങ്ങൾ വരും, അതിനെ ചികിത്സിച്ചാൽ വിടുതൽ കിട്ടും. എന്നാൽ യേശു ലാസറിന്റെ ദീനത്തെ കുറിച്ച് പറഞ്ഞത് ഈ ദീനം മരണത്തിനായിട്ടുള്ളതല്ല, ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടുവാനത്രേ. എന്നാൽ ഹിസ്കിയാവോട് ദൈവം പറഞ്ഞു, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കാതെ നീ മരിച്ചു പോകും. എന്നാൽ ദൈവം മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ വിടുതലില്ല. എങ്കിലും ബൈബിളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് വിടുതൽ കിട്ടിയ ഒരാളാണ് ഹിസ്കിയാവ്. ഹിസ്കിയാവിന് അതിനുശേഷം 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുത്തു. എന്നാൽ ഹിസ്കിയാവ് ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. കർത്താവേ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഏകാഗ്രതയോടും വിശ്വസ്തയോടും തിരുമുമ്പിൽ ജീവിച്ചുവെന്ന് നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് താൻ ചുമരിന് നേരെ മുഖം തിരിച്ച് വളരെയധികം കരയുവാൻ ഇടയായി മാറി. അപ്പോൾ പ്രവാചകനെ അടുത്തു ആളിലിയെ വിട്ടേച്ച് ദൈവം പറഞ്ഞു, നിന്റെ ആയുസിന് 15 സംവത്സരം ദൈവം നീട്ടിത്തരികയാണ്. ദൈവം മരണകരമായ രോഗം വന്നാൽ വിടുതലില്ല, എന്നാൽ അവിടെയും ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്നാണ് ഹിസ്കിയാവിനെ കുറിച്ച്, ആ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഏതൊരു മനുഷ്യനും കഷ്ടങ്ങൾ വരും, സുഖം മാത്രമല്ല. എന്നാൽ കഷ്ടങ്ങൾ വരുമ്പോൾ ഓരോരുത്തരും പറയും, ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിനക്ക് സുഖം വന്നപ്പോൾ, നിനക്ക് ഉയർച്ച വന്നപ്പോൾ ആളിയോ സ്തോത്രം, നീ ദൈവത്തിന് മഹത്വം കൊടുത്തോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വഴികളിലാണോ ജീവിച്ചത്? ദൈവത്തിന്റെ പ്രമാണത്തിന് ഒത്തവണ്ണമാണോ ജീവിച്ചത്? ഏതൊരു മനുഷ്യനും സുഖം വരാം, കഷ്ടങ്ങൾ വരാം. എന്നാൽ കഷ്ടങ്ങൾ വരുമ്പോൾ തീർന്നെന്നല്ല, അത് അവനെ പരിശോധനയാണ്. അവനെ ക്രിസ്തുവിനോടുകൂടി ദൈവത്തോടുകൂടി അടുപ്പിക്കുകയാണ്. അവന് പുതിയ ചില കൃപകൾ കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ കഷ്ടതയുടെ നടുവിൽ വിടുതൽ പ്രാപിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെ ദൈവം നോക്കും. ആ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത സുഖത്തിൽ, അനുഗ്രഹത്തിൽ, നന്മയിൽ നീ എവിടെയായിരുന്നു? ആ സമയങ്ങളിൽ ദൈവ വഴിയിലാണോ ജീവിച്ചത്? അതോ ഇപ്പം പ്രതികൂലങ്ങൾ വന്നപ്പോൾ ദൈവമേ എന്ന് വിളിക്കുകയാണോ? എന്നാൽ ഹിസ്കിയാവിന് വിടുതൽ കൊടുത്തത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവമേ തിരുസന്നിധിയിൽ ഞാൻ വിശ്വസ്തയോട് നടന്നു എന്ന് നീ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോഴാണ് തന്നെ ദൈവം ഓർത്ത് വിടുവിച്ച് 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുത്തത്. ഇന്ന് നിന്റെ ഘട്ടങ്ങളിൽ വിടുവിപ്പാൻ ഈ ലോക വൈദ്യനോ, ഈ ലോക ഡോക്ടർമാർക്കോ, ഈ ഇവിടുത്തെ പണത്തിനോ, നിന്റെ ആ സാമ്രാജ്യത്തിനോ, പാരമ്പര്യത്തിനോ, വിദ്യക്കോ ഒന്നും കഴിയത്തില്ല. നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ കേട്ടല്ലോ, ഗദര ദേശത്ത് ലഗ്യോനാൽ ബാധിക്കപ്പെട്ട ആ മനുഷ്യൻ എത്ര 16,000-ത്തിലധികം ഭൂതം ഒരു വ്യക്തിയിലേക്ക് ആവസിച്ചിരിക്കുകയാണ്. എന്നാൽ കാലലിയ സ്തോത്രം, ആ മനുഷ്യനെ ഈ ലോകം തള്ളി, നാട്ടുകാർ തള്ളി, വീട്ടുകാർ തള്ളി. പിശാചിപ്പ് അവനെ കൊന്ന് കല്ലറ കയറ്റാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ആ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ഗദര ദേശത്തേക്ക് പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെ എന്ത് പ്രശ്നങ്ങളായാലും, ഏത് വാതകളായാലും, ഏത് കെട്ടുകളായാലും, രോഗമായാലും, ആർക്കും വിടുവിപ്പാൻ കഴിയാതെ ഉള്ള അവസ്ഥയായാലും, നീ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവമേ എന്നൊരു വിടുതൽ കിട്ടും, എന്റെ തലമുറയ്ക്ക് എന്നൊരു വിടുതൽ കിട്ടും, എന്റെ കുടുംബത്തിന് എന്നൊരു വിടുതൽ കിട്ടുമെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, കരയുന്നെങ്കിൽ, ഈ പകൽക്കാലം യേശു നിന്റെ അടുത്ത് വന്നു നിൽക്കുകയാണ്. യേശു നിന്നെ വിടുവിപ്പാൻ ഈ കരയിൽ വന്നിട്ടുണ്ട്. യേശു നിന്നെ ഇന്ന് സൗഖ്യമാക്കിയേ കടന്നു പോകുകയുള്ളൂ. യേശു ഗദര ദേശത്തേക്ക് കാലെടുത്ത് കുത്തിയപ്പോൾ തന്നെ ലഗ്യോൻ ഇളകി യേശുവിന്റെ അടുക്കൽ വന്നു. കർത്താവേ, ആളുകൾ ഞങ്ങളെ സമയത്തിന് മുൻപ് നീ പീഡിപ്പിക്കാൻ തന്നുവോ? നീ ആരാകുന്നു ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ അയക്കുകയാണെങ്കിൽ പാതാളത്തിലേക്ക് അയക്കരുത്. പിന്നെ എങ്ങോട്ട്? പന്നിയിലേക്ക് അയക്കണം. അവിടെ പന്നിക്കൂട്ടമുണ്ട്. യേശു ആ സാത്താനെ, ആ ലഗ്യോനെ പന്നിയിലേക്ക് അയച്ചു.
ആ പന്നിയെല്ലാം കടലിലേക്ക് ചാടി വീർപ്പ് മുട്ടിച്ചത്തു, ശ്വാസം മുട്ടിച്ചത്തു. എന്നാൽ ലഗ്യോൻ ബാധിച്ച മനുഷ്യന്റെ ലഗ്യോൻ അവനിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ ഉടനെ അവന്റെ വീട്ടിൽ പോയില്ല. അവൻ ഹല്ലേലൂയ ലോകത്തിന്റെ സുഖം തേടി പോയില്ല. പിന്നെന്ത് ചെയ്തു? തന്നെ വിടുവിച്ച യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ നിന്റെ കൂടെ വരികയാണ്. എത്ര വിടുതലുകളും എത്ര നന്മകളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഭവനങ്ങളിൽ ദൈവം ചെയ്തിട്ട് സ്തോത്രം. ഒരിക്കലെങ്കിൽ യേശു നല്ലവനാണെന്ന്, യേശുവിനോട് ജീവിപ്പാൻ നീ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? കർത്താവ്, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് മുതൽ ജീവിക്കും. ആളിൽ യേശു പറഞ്ഞു, വേണ്ട, ഉടനെ ഇപ്പം വേണ്ട, ജീവിക്കുന്നത് അത് നല്ല കാര്യമാണ്. ദൈവം ചെയ്ത നന്മകൾ നിന്റെ വീട്ടുകാരോട് നിന്റെ ദേശത്ത് പോയി പറയണം. സ്തോത്രം. കാരണം എന്താണ്? ഈ വിടുവിക്കപ്പെട്ടവൻ ഹല്ലേലൂയ സ്തോത്രം പല കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഈ വിടുതൽ നിസ്സാര വിടുതലല്ല. ആർക്കും ഹല്ലേലൂയ വിടുവിക്കാൻ കഴിയാത്ത ഒരു വിടുതലാ നടന്നത്. ഈ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നാ ലോകം പറഞ്ഞത്. എന്നാൽ ആ മനുഷ്യൻ ദേശത്ത് ഒരു വാക്ക് പറയുക, അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയും, എന്റെ യേശു എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കും. എന്നാൽ ആ മനുഷ്യൻ മുഖാന്തരം തെക്കപ്പോലി നാട് മൊത്തം ആളിൽ യേശുവിൽ വിശ്വസിപ്പാൻ ഇടയായി മാറി. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവം ചെയ്ത നന്മ കൊണ്ടും വിടുതൽ കൊണ്ടും ദൈവത്തിന് മഹത്വം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നീ മുഖാന്തരം നീ വലിയ ബംഗ്ലാവൊക്കെ പണിഞ്ഞ് വയറിനകത്ത് ആഹാരം കഴിച്ച് നല്ല ഡ്രസ്സ് വിട്ട് വലിയ വാഹനമൊക്കെ മേടിച്ച് ദേശത്ത് വലിയവനായി എന്ന് പറഞ്ഞു നീ നിന്നെ തന്നെ പുകഴ്ത്തുവല്ലേ? നിന്നെ കൂടെ ദൈവത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ദൈവനാമം മഹത്വപ്പെട്ടിട്ടുണ്ടോ? മുമ്പ് കേട്ടതുപോലെ സുവിശേഷം അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ലജ്ഞയില്ല. സ്തോത്രം. സുവിശേഷം അറിയിക്കണം, യേശുവിനെ കുറിച്ച് പറയണം. യേശു കർത്താവ് പാപികൾക്ക്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു. ആള് കാൽവരി ക്രൂശിൽ മരിച്ചു. ആ മരണം നിസ്സാരമല്ല. സകല മാനവ കുലത്തിന്റെ പാപങ്ങൾ യേശു ഏറ്റെടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. തന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. കാരണം എന്താ? സകല മാനവ കുലത്തിന്റെ വേദനയും പാപവും യേശു ഏറ്റെടുത്ത കർത്താവ് താങ്ങിക്കൂടാൻ വയ്യാത്ത ഭാരവും വേദനയായിരുന്നു. സ്തോത്രം. എങ്കിൽ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. കാൽവരി ക്രൂശിൽ കിടന്ന് നിലവിളിച്ച്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി യേശു തകർക്കപ്പെട്ടു. വേദനകൾ അനുഭവിച്ചോ? ഇന്ന് നീ ഹല്ലേലൂയ നിന്റെ സൗഭാഗ്യങ്ങളും നിന്റെ അനുഗ്രഹങ്ങളും മുഴുവനും കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ട എന്റെ വിടുതല. എന്നാൽ അത് മറന്ന് നീ പോകരുത്. ആ ദൈവത്തെ ഉയർത്തണം. അത് മാത്രമല്ല, ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇവിടെ സുഖിച്ച് ഹല്ലേലൂയ സ്തോത്രം മുൻപോട്ട് പോകുമ്പോ ഒന്ന് മനസ്സിലാക്കണം, ഹല്ലേലൂയ ഇവിടെ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ ഒരു നിത്യതയുണ്ട്, ഒരു നരകമുണ്ട്. നരകത്തിന്റെ അവസ്ഥകളും സ്വർഗത്തിന്റെ അവസ്ഥകളും ഒക്കെ നമുക്കറിയാം. ബൈബിള് പഠിച്ചിട്ടുണ്ട്, കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ഒരുപാട് സർവ്വലോകവും നേടിയിട്ടും അവന്റെ ആത്മാവ് നഷ്ടമായ എന്താണ് പ്രയോജനം? ഈ മനുഷ്യൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒരു നല്ല കണ്ണാടി വെച്ച അപ്പച്ചന് കണ്ണാടി വെച്ച കണ്ണാടി എന്തിനാ അപ്പച്ചൻ പോവല്ല, പോകുന്ന അപ്പച്ചനെ കണ്ണാടി എന്തിനാ? അല്ല, ഒരു സ്വർണ്ണപ്പല്ലാണ് വെച്ചെങ്കിൽ എന്തിനാ അപ്പച്ച ഈ സ്വർണ്ണപ്പല്ല്? അപ്പച്ചൻ പോവല്ലേ? ഒന്നും തന്നുവിടത്തില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വ ലോകത്തെക്കാൾ വിലയുള്ളതാണ്. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ബോഡിയുടെ വില വെറും 6 രൂപ 70 പൈസ. കണ്ടോ? എല്ലാം നേടിക്കഴിഞ്ഞിട്ട് അവൻ ഹാളിൽ പെട്ടി വെക്കാൻ പോകുന്ന ബോഡിയുടെ വിലയാ വെറും 6 രൂപ 70 പൈസ. എന്നാ നിഗളിക്കാനാ, അഹങ്കരിക്കാനാ? സ്തോത്രം. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണവും ദൈവത്തിന്റെ കൃപാവരം നിത്യജീവനുമാണ്. ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും ആടിൽ അത് നഷ്ടമല്ലാതെ നിത്യതയിലേക്ക് കടന്നു വരികയാണ്. ഈ വെയിലിന്റെ ചൂടും കൊണ്ട് മഴയും കാറ്റും ഒക്കെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പലരും ഞങ്ങളെ അവഹേളിക്കുന്നു, പലരും പരിഹസിക്കുന്നു, ചിലരൊക്കെ ഞങ്ങളെ കൈക്കൊള്ളുന്നു. എന്നാൽ ആര് കൈക്കൊണ്ടാലും കൈക്കൊണ്ടില്ലേലും ആര് പ്രതിഫലം തന്നില്ലേലും ഇതെല്ലാം അറിയുന്ന, കാണുന്ന, പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ഇത് അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇപ്പം ഹല്ലേലൂയ
ആ ദൂത് ഇവിടെ പറ്റി പറഞ്ഞാൽ അത് ശരിയാതില്ല. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഇന്നുള്ളതെല്ലാം മാറി നല്ല നില വരുമ്പോ ദേശം പറയും, ദൈവത്തിന് വേണ്ടി നിന്നത് വെറുതെ ആയില്ല. അതുപോലെ നിന്നെ മാനിക്കാൻ പോവുകയാണ് ദൈവം. പറ, ഏത് ശത്രു കിട്ടിയാലും അത് അഴിച്ചുവിടുന്നയോ, ഏത് പ്രതികൂലങ്ങളെയും മാറ്റിക്കൊണ്ട് മാനിക്കുന്ന ദൈവം ഉണ്ടാകും. പറയുന്നത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആ വിശ്വാസം, സ്വത്രം, ആ വിശ്വാസമാണ് നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അധികം വിദൂരമാകുന്നില്ല. സ്വത്രം, ദൈവം എടുത്ത് മാറ്റാൻ പോവുക, നിൽക്കുന്നിടത്തുന്നത് മാറ്റാൻ പോവുകയാണ്. അത് കാണാൻ ചിലര് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള സ്ഥിതി മാറുവാൻ ചിലർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ സംഭവിക്കാം. എല്ലാ പൂട്ടുകളും പൂട്ടി, എല്ലാ നന്മയുടെ തടസ്സങ്ങളും മാറി, എല്ലാ അതിർകെട്ടുകളും അടിച്ച് മുമ്പിലുള്ള ഗമനങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്തി, എന്താണ് നിന്റെ പ്രാർത്ഥന എന്ന് ചോദിക്കുന്ന ചോദ്യചിഹ്നത്തിന്റെ നടുവിൽ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കും ദൈവം. ദൈവം എല്ലാം ചെയ്യുന്നവൻ, എല്ലാം അവന് സാധ്യമാണ്. സ്വത്രം. അപ്പൊ ഈ വെയിലും ഈ ചൂടും ഈ മഴയും ഒക്കെയും കൊണ്ട് കഥാവിനും നിൽക്കുമ്പോൾ സ്വത്രം, ചിലപ്പം അനുകൂലപ്പെടുന്നവരുടെ പ്രതികൂലപ്പെടുന്നവരുണ്ട്, ചിലപ്പം പള്ളു പറയുന്നവരുണ്ട്. എന്നാൽ എന്തെല്ലാം നടന്നാലും ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനവൻ നടത്തുക തന്നെ ചെയ്യും. ദേശത്ത് പ്രവർത്തിക്കും, താമസിക്കുന്നില്ല. ഒരു പ്രവൃത്തിയുണ്ട്, തന്റെ മക്കൾക്ക് ഒരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഇന്റെ പക്കൽക്കാലം ആര് ഈ ദൈവത്തെ മാനിക്കുമോ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ വന്നിക്കുമോ, അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അത് മാത്രമല്ല, കർത്താവിന്റെ വര പ്രസന്നമായി സ്വതന്ത്രം കാഹളം മുഴങ്ങാൻ പോവുകയാണ്. അന്ന് ആ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അന്ന് അറിയും. സ്വത്രം. അന്ന് കാണലിയ സ്വത്രം ഇവിടെ കാണലിയോ കെട്ടിപ്പൂട്ടി ഇവിടൊക്കെ മുൻപോട്ട് പോയി ഒരു കുഴപ്പമില്ല. എന്നാൽ അന്ന് തന്റെ ജനം പറന്നുയരും. അന്ന് പ്രാർത്ഥന ഇല്ലാത്തവരും ആരാധന ഇല്ലാത്തവരും ഈ ലോക വലുതെന്ന് പറഞ്ഞവരൊക്കെ കയ്യും കാലും ഇട്ട് അടിക്കും. സ്വതന്ത്രം. ആളിലെ പാട്ടുകാരൻ പറഞ്ഞതുപോലെ, നരകവാസം എങ്ങനെ ഞാൻ അത് അറിഞ്ഞില്ല, ദൈവം ഒരുക്കിയ പാതാളം എത്ര ഭയങ്കരമാണ്. അബ്രഹാം പിതാവ്, ലാസറിന്റെ വിരൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ. ഇവിടെ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിവസേന ആഡംബരത്തോടെ സുഖിച്ചു ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ധനവാൻ. ഒരു സുപ്രഭാതത്തിൽ താൻ മരിച്ചു ചെന്നതും യാതനാ സ്ഥലത്താ. അപ്പടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഇവിടെ വെച്ച് ആരും മനസ്സിലാക്കത്തില്ല. എത്ര പറഞ്ഞാലും എത്ര കാര്യങ്ങൾ കേട്ടാലും മനസ്സിലാകത്തില്ല. ഇതൊക്കെ പിന്നെ അവിടെ എത്ര കേട്ടിട്ടുള്ളോ, നീ അവിടെ ചെന്ന് വീഴുമ്പോൾ ഇത് ഓർക്കും. അട്ടയുടെയും പുഴുവിന്റെയും കടി കൊണ്ടും ആ തീയുടെ ചൂട് കൊണ്ടും ആ ആവിയും പുകച്ചിലും കൊണ്ട് താൻ ഒരിക്കലും മുകളിലോട്ട് നോക്കാത്ത ധനവാൻ മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടത് അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന് ഇവിടെ ഒന്നും നേടാൻ ഒത്തില്ലെങ്കിലും വലിയ ഒന്നും ഇല്ലെങ്കിലും ഈ കർത്താവിന് വേണ്ടി നിന്നാ മതി. നീ നിത്തതയെ പോകും. അല്ല, എനിക്ക് അവരെ ഒന്നും നോക്കരുത്, എല്ലാവരെയും നോക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇവിടെ ദൈവം തരുന്നത് മതി എന്ന് വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്നാൽ ഒരു നിത്യരാജ്യം ഉണ്ടാകും. അബ്രഹാം പിതാവെ ലാസറിന്റെ വിരൽ മുക്കി എന്റെ നാവിനെ തടിപ്പിക്കാൻ പറഞ്ഞു. ഇല്ല, പരിപാടിയൊന്നുമില്ല. സ്വതന്ത്രം. ഇവിടെ നീ അട്ടകസിച്ച് സുഖിച്ച് ഒത്തിരി സുഖിച്ച് ജീവിച്ചവനാ. ചിലർക്ക് വിചാരം എന്ത് ചെയ്യുന്നു, ഇവിടെ സുഖിക്കുന്നവനാ സ്വർഗരാജ്യത്തിൽ പോകാൻ പോകുന്ന. ഇവിടെ പാവപ്പെട്ടവനും ഇവിടെ ഒന്നുമില്ലാത്തവനും ഇവിടെ നരകത്തിൽ പോകുന്നു, ഇവിടെ ഒത്തിരി ഉയർച്ചയുള്ളവരൊക്കെ സ്വർഗത്തിൽ പോകുമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനല്ല. സ്വതന്ത്രം. ഇവിടെ എത്ര കണ്ട് സുഖിക്കുമോ, എത്ര കണ്ട് അട്ടകസിച്ച് ജീവിക്കുമോ, ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകത്തില്ല. അവന്റെ സ്വർഗം മാറി. സ്വതന്ത്രം. ഇവിടെ കർത്താവിന് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനോട് ഒരു കട്ടം സഹിച്ചുകൊണ്ട് സ്വതന്ത്രം മുൻപോട്ട് പോകുന്ന തന്റെ മക്കൾ നിത്യതയിൽ കാണും. സ്വതന്ത്രം. അവിടെ ആളിന് മൂപ്പന്മാരിൽ ഒരാൾ പറഞ്ഞു, മൂപ്പന്മാരിൽ ഒരാളോട് ചോദിച്ചു, ഇവിടെ ഈ ഇവിടെ വന്നിരിക്കുന്ന ആരാധിക്കുന്നവർ ആരാണ് സ്വർഗത്തിൽ? അവര് പറഞ്ഞു, ഇവര് മഹാ കഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, ഇവർ കർത്താവിനെ രാപ്പകൽ ആരാധിക്കുന്നവരാണ്. മഹാ കഷ്ടത്തിൽ നിന്ന് ഇവിടെ കഷ്ടത സഹിച്ച ഒരു കൂട്ടം ജനമാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. അവിടെ രോഗമില്ല, ദുഃഖമില്ല, കഷ്ടതയില്ല, കണ്ണുനീരില്ല, മുറവടിയില്ല. സ്വതന്ത്രം.
ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി ആരുണ്ട് ജീവിക്കാൻ? ഈ യേശുവിനെ രക്ഷകനായി ആര് സ്വീകരിക്കും? ഈ കാലലയത്തിൽ ദൈവം തന്ന ആയുസ് 70 ഏറെ 80 ഈ കാലലീയ കാലഘട്ടത്തിന്റെ നടുവിൽ ചുരുക്ക സമയമുള്ളൂ. ഇത് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ആരുണ്ട്? അവരാണ് ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്നു, പരനോടുകൂടെ വാഴുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്നു, പരനോടുകൂടെ വാഴുന്നു. പ്രതിഫലമന്നു നേടുന്നു, ആനന്ദം പരമാനന്ദം. പ്രതിഫലമൊന്നു നേടുന്നു, ആനന്ദം പരമാനന്ദം. പരനോട് കൂടെ വാഴുമ്പോ എല്ലാരും ഒരുപോലെ, യേശുവിനോട് കൂടെ ആകുമ്പോ എല്ലാരും ഒരുപോലെ. രോഗമില്ല, ദുഃഖമില്ല, നഷ്ടമില്ല, അവിടെ ആനന്ദം പരമാനന്ദം. സ്വർഗത്തിൽ നാം ചെല്ലുമ്പോ വിശുദ്ധന്മാർ അവിടുന്ന്. സ്വർഗത്തിൽ